2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ആദ്യ ലിസ്റ്റ് ഔദ്യോഗികമായി പുറത്ത് വന്നിട്ടില്ലെങ്കിലും ലിസ്റ്റ് അണിയറയിൽ റെഡിയായി എന്നാണ് അറിയുന്നത്. അതിനെ സംബന്ധിക്കുന്ന വാർത്തകളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കുമ്മനം രാജശേഖരൻ ആറന്മുളയിൽ മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്താണ്. പക്ഷേ ഇതിനിടയ്ക്ക് മഞ്ചേശ്വരത്ത് ഒരുപാട് അപശ്രുതികൾ മഞ്ചേശ്വരത്ത് നിന്ന് വരുന്നു. അശ്വനിയുടെ വക, ജില്ലാ പ്രസിഡന്റ് അശ്വനിയുടെ വക ചില പ്രസ്താവനകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല. തെരഞ്ഞെടുപ്പിൽ ദേശീയ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വിനോദ് താവഡയുടെ സാന്നിധ്യത്തിലും പട്ടിക ചർച്ച ചെയ്ത് കഴിഞ്ഞു. ആ പട്ടികയിലും സുരേന്ദ്രൻ തന്നെയാണ് നമ്മുടെ മഞ്ചേശ്വരത്ത്. ആറന്മുളയിൽ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ BJPക്കും നിർണായക സ്വാധീനമുള്ള നിയമമണ്ഡലത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു. മുൻ സംസ്ഥാന പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമായ V മുരളീധരൻ കഴക്കൂട്ടത്ത് ആൾറെഡി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി മാറ്റമില്ല. PK കൃഷ്ണദാസ് കാട്ടാക്കടയിൽ എന്നും സമരവും, ഇന്നും ഇപ്പോൾ MLA യുടെ ഓഫീസിൻ്റെ മുന്നിൽ അവിടെ ഒരു യുവാവ് മരിച്ചതുമായി ബന്ധപ്പെടുത്തി ഇന്ന് സമരത്തിലാണ്. അപ്പോൾ വലിയ രീതിയിലാണ് കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ് അതും കൊണ്ടേ പോകുള്ളൂ. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആൻ്റണി ഒരു ക്രിസ്ത്യൻ മുഖമാണ്, ന്യൂനപക്ഷ മുഖമാണ്. തിരുവല്ലയിലാണ് സാധ്യതയുള്ളത്. ഷോൺ ജോർജ് അടുത്തൊരു ന്യൂനപക്ഷ മുഖമാണ്. PC ജോർജിൻ്റെ മകനാണ്. അത് പാലായിൽ നിൽക്കാനാണ് സാധ്യതയുള്ളത്. തിരുവനന്തപുരം സിറ്റിയിൽ ഇപ്രാവശ്യം ഒരു പുതുമുഖമാണ്. അദ്ദേഹം നേരത്തെ പാറശാലയിൽ മത്സരിച്ചിരുന്നു. സിറ്റി പ്രസിഡൻറ്റും അതുപോലെ തന്നെ ഭാരതീയം ട്രസ്റ്റിൻ്റെ ചെയർമാനും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയിലൊക്കെ ഉള്ള കരമന ജയനാണ് തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കാൻ സാധ്യതയുള്ളത്. ആലപ്പുഴയിൽ സന്ദീപ് ബജസ്പതി ജില്ലാ പ്രസിഡൻറ്റും അതുപോലെ അദ്ദേഹം മാധ്യമ വക്താവൊക്കെയാണ് BJPയുടെ. ഒരുപക്ഷെ അദ്ദേഹം ചെങ്ങന്നൂരിൽ മത്സരിച്ചേക്കും. കാര്യം ചെങ്ങന്നൂരിലും നിരവധി പരിപാടികളിലും പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി സന്ദീപ് ബജസ്പതി ഇടപെടുന്നുണ്ട്. ജനറൽ സെക്രട്ടറി MT രമേശിനെ തൃശ്ശൂരിലാണ് ആലോചിക്കുന്നത്. പ്രകാശ് ബാബു ചിലപ്പോൾ കോഴിക്കോടായിരിക്കും. തൃശ്ശൂരിൽ നിന്ന് MT രമേശ് കോഴിക്കോട് എത്തിയാലും അത്ഭുതപ്പെടാനില്ല. പത്മജ വേണുഗോപാലിൻ്റെ പേര് കേൾക്കുന്നുണ്ട് തൃശ്ശൂരിൽ. അങ്ങനെയാണെങ്കിൽ MT രമേശ് കോഴിക്കോടായിരിക്കും. അതുപോലെ ശോഭാ സുരേന്ദ്രൻ ഇതുവരെ മണ്ഡലം നിശ്ചയിച്ചിട്ടില്ല. ഒരു 5ഓളം മണ്ഡലങ്ങൾ ശോഭയ്ക്ക് വേണ്ടി ശോഭയെ ഏത് മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് ധാരണയായിട്ടില്ല. വട്ടിയൂർക്കാവിൽ ഇപ്പോഴത്തെ കൗൺസിലറും ആയിട്ടുള്ള മുൻ DGP ആയിട്ടുള്ള ശ്രീലേഖ IPS ആയിരിക്കുമോ അതോ സിനിമാ നടൻ കൃഷ്ണകുമാർ ആയിരിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ചാത്തന്നൂർ, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ BJPക്ക് വലിയ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. 2 പ്രാവശ്യവും 2ാം സ്ഥാനത്തെത്തിയത് BJPയാണ്. അപ്പോൾ CPI ആണ് ജയിച്ചതെങ്കിലും 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അവിടെ മുൻ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള BB ഗോപകുമാർ ഒരിക്കൽ അവിടെ മത്സരിച്ചതാണ്. ഗോപകുമാർ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. കരുനാഗപ്പള്ളിയിൽ ജിതൻ ദേവാണ്. കാഞ്ഞിരപ്പള്ളിയിൽ കോട്ടയം ജില്ലാ പ്രസിഡൻ്റായിരുന്ന N ഹരിയാണ് മത്സരിക്കാൻ സാധ്യതയുള്ളത്. BDJS ഒരു 20 സീറ്റിലും അതുപോലെ തന്നെ 2020കൾക്കും എല്ലാം കൂടി ചേർത്ത് ഒരു 40 സീറ്റ് എല്ലാവർക്കും കൂടി കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എത്ര വെച്ച് കൊടുക്കുമെന്നറിയില്ല. അതാണ് മത്സരത്തിലേക്ക് വരുന്നത്. ഇനി 2020ൽ സാബു ജേക്കബ് കുന്നത്തുനാട് നിന്ന് മത്സരിക്കുമോ എന്നുള്ളതും ശ്രീജനാണ്. ഇപ്പോൾ CPMൻ്റെ ശ്രീജനാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. അവിടെ അത് ജനറലായി മാറുമ്പോൾ സാബു ജേക്കബ് അവിടെ നിന്ന് മത്സരിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്.